Hello students, welcome to this channel. Today we are going to discuss about distributive lattice. So നമ്മൾ നേരത്തെ തന്നെ സബ് ലാറ്റിസ്, കംപ്ലീറ്റഡ് ലാറ്റിസ്, ബൗണ്ടഡ് ലാറ്റിസ് ഒക്കെ നോക്കി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്? അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് നമ്മൾ ഓർത്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ നേരത്തെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയൊക്കെ സെറ്റ്സിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതെന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാറ്റ് ഇസ് എ ഇൻറ്റു ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രോപ്പർട്ടി ആണല്ലോ. അതേപോലെ തന്നെ ഇനി ഒരെണ്ണം നമ്മൾ ഇൻ്റർസെക്ഷൻ യൂണിയൻ വെച്ചിട്ട് നമ്മൾ ഓർക്കാറുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. അടുത്തത് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വരുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എൽ ഹാസ് എ റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ മീറ്റ് ആൻഡ് ജോയിൻ. അപ്പോൾ മീറ്റ് ആൻഡ് ജോയിൻ എന്ന് പറയുമ്പോൾ ലാറ്റിസ് ആകുമ്പോൾ എന്താണ്, അവിടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും എക്സിസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അന്നേരം ആ പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെയാണ് ഓർത്ത് വയ്ക്കേണ്ടത്? എ മീറ്റ് ബി ജോയിൻ സി ഈക്വൽ ടു എ മീറ്റ് ബി ജോയിൻ എ മീറ്റ് സി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എ ജോയിൻ ബി മീറ്റ് സി ഈക്വൽ ടു എ ജോയിൻ ബി മീറ്റ് എ ജോയിൻ സി. അപ്പോൾ ഇത് രണ്ട് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് ഒരു ലാറ്റിസ് തരുമ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ലാറ്റിസ് ഇസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. അപ്പോൾ ഈ ലാറ്റിസിൻ്റെ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവാതിരുന്നാൽ, അതായില്ല എങ്കിൽ, അപ്പോൾ ദാറ്റ് ലാറ്റിസ് ഇസ് കോൾഡ് ആസ് എ നോൺ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. സോ നമുക്കിനി ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് നോക്കാം വെദർ ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ഓർ ഇറ്റ് ഈസ് a non-distributive lattice. So first of all, let me give a first example. So the first example is, നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഈ കണ്ടീഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ നമ്മുടെ എക്സാമ്പിൾ എന്താണ്? ലെറ്റ് എ ഈക്വൽ ടു 1 2 3 4 ബി എ ലാറ്റിസ്. സോ നമുക്കിതിൻ്റെ ഒരു ഹേസ് ഡയഗ്രാം, ഞാൻ ഡയറക്റ്റായിട്ട് ഹേസ് ഡയഗ്രാം തന്നെ തരുവാണ്. ദ ഹേസ് ഡയഗ്രാം ഇസ് ഗിവൻ. വാട്ട് ഇസ് ദ ഹേസ് ഡയഗ്രാം? 1 ഈസ് കണക്റ്റഡ് ടു 2, 1 ഈസ് കണക്റ്റഡ് ടു 3, 2 and 3 ആർ കണക്റ്റഡ് ടു 4. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ട്രിപ്ലറ്റ്, അതായത് നമുക്കിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മൾ വെരിഫൈ ചെയ്യണമെങ്കിൽ വി നീഡ് 3 elements ഫ്രം ദ സെറ്റ്. സോ ലെറ്റ് us consider 3 elements 1 2 and 3 that belongs to A. So here let me verify the property that 1 meet 2 join 3 ഈക്വൽ ടു എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയുടെ എൽ എച്ച് എസും ആർ എച്ച് എസും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ വി സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, അതർവൈസ് ഇറ്റ് ഈസ് എ നോൺ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. സോ നമുക്കിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. സോ അതിനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ എടുക്കുവാണ് എന്താണ് 1 മീറ്റ് 2 join 3. അപ്പോൾ ഫസ്റ്റ് 2 join 3 നമുക്ക് എടുക്കാം. അതായത് ഞാനിപ്പോൾ എൽ എച്ച് എസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 join 3 ആകുമ്പോൾ എന്താണ്? 2 join 3 എന്ന് പറയുമ്പോൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് 2,3. അപ്പർ ബൗണ്ട് ഓഫ് 2,3 എന്താണ്? ഇറ്റ് ഇസ് അപ്പർ ബൗണ്ട് ഓഫ് 2 എന്താണ്? 2,4. അപ്പർ ബൗണ്ട് ഓഫ് 3 ഇസ് 3,4. അപ്പോൾ അപ്പർ ബൗണ്ട് ഓഫ് 2,3 ഇസ് കോമൺലി ഇറ്റ് ഇസ് 4. അപ്പോൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് 2,3 ഇസ് ഈക്വൽ ടു 4. ഇനി ലോവർ ബൗണ്ട് ഓഫ് 2 എന്താണ്? 2 and 1. ഇനി ലോവർ ബൗണ്ട് ഓഫ് 3 എന്താണ്? 3 and 1. സോ കോമൺലി ഇറ്റ് ഈസ് ഈക്വൽ ടു 1, isn't it? സോ ഹിയർ നമുക്കിവിടെ വേണ്ടത് നമ്മുടെ ആൻസർ അനുസരിച്ച് എൽ യു ബി ഓഫ് I'll write here LUB of 2,3. So first of all, LUB of 2,3 is equal to 4. അപ്പോൾ ഞാനെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് വേണം. Let me take another page. In this page, see here, 1 meet 2 join 3. So 2 first, this is the LHS. Let me take the LHS first. അപ്പോൾ 2 join 3 എന്ന് പറയുമ്പോൾ it is LUB of 2,3. That is LUB of 2,3 is equal to എന്താണ്? 4. Now you substitute here. LHS equal to 1 meet
2 join 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 1 meet 2 join 3 is equal to എന്താണ് 4. സോ നൗ 1 meet 4 എന്ന് പറഞ്ഞാൽ GLB ഓഫ് 1,4. നമുക്കിപ്പോൾ ഇതാണ് വേണ്ടത്. GLB ഓഫ് 1,4. വാട്ട് ഈസ് ദ ലോവർ ബൗണ്ട് ഓഫ് 1,4 ഹിയർ? 1, 2, 3, 4. So lower bound of 1 is 1 itself. Lower bound of 4 is, what is the answer? See, lower bound of 1 endana 1 equal to 1 itself. Lower bound of 4 is equal to 4, 2, 3, 1. So therefore lower bound of 1,4 is equal to, what is the answer commonly? It is 1. So therefore the greatest lower bound, so therefore what is the greatest lower bound? GLB of 1,4. So the greatest lower bound of 1,4 is equal to 1. So എനിക്കിവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? This is 1 meet 4 is equal to, what is the answer? It is 1. Keep it as equation number 1. Now let us find out the RHS calculation. What is the RHS here? The RHS is equal to 1 meet 2 join 1 meet 3. So now 1 meet 2 എന്താണെന്ന് നോക്കാം. 1 meet 2 എന്ന് പറയുമ്പോൾ GLB of 1,2, isn't it? What is the lower bound of 1? It is 1. Lower bound of 2 is 2,1. So the lower bound of 1,2 is 1, isn't it? So therefore the greatest lower bound is 1. And 1 meet 3, that is equal to GLB of 1,3. Lower bound of 1 is 1. Lower bound of 3 is 3,1. Appo lower bound of 1,3 is commonly 1. So therefore RHS is equal to the property, നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ 1 join 1, isn't it? 1 join 1. So therefore this is equal to 1 join 1 is equal to എന്താണ്? It is equal to 1. Already നമ്മളൊരു പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞു. So what is the property? That idempotent property we have learned that A join A is equal to A, the idempotent property. By using that property 1 join 1 is equal to 1. Therefore you are having equation 2. So therefore from equation 1 and 2, from this 1 and 2 we can say that, what is the condition? 1 meet 2 join 3 is equal to 1 meet 2 join 1 meet 3. So this is the condition. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ അനുസരിച്ചിട്ട് ഇതിൽ ഡിസ്ട്രിബ്യൂട്ടീവിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതിൽ ട്രൂ ആണ്. സിമിലർലി ദ സെയിം പ്രോപ്പർട്ടി നമുക്ക് ഇതേപോലെ തന്നെ ഇനി ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ഇത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതിലേതാണ്? അതായത് 1 join 2 meet 3 equal to 1 join 2 meet 1 join 3. That is also you will get 2 join 3 എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? So 2 join 3. What is 2 join 3 answer? നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പർ ബൗണ്ട് ഓഫ് 2 join 3 is 4. So therefore similarly 1 join 4 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? 1. നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ 1 join 2 എന്ന് പറയുമ്പോൾ 1 and 1 join 3 എന്ന് പറയുമ്പോൾ ആൻസർ 1. So 1 meet 1 equal to, ഇവിടെ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ നോക്കിക്കോ, 1 join 2 join 3 is 4, isn't it? So therefore ഇതിലെ വരുന്ന ആൻസർ, ഇവിടുത്തെ വരുന്ന ആൻസർ എന്താണ്? 1 join 4 is equal to 1. It is equal to 1. This is 1 and ഇവിടെ വരുന്ന ആൻസർ 1 join 2 എന്ന് പറയുമ്പോൾ എന്താണ്? 1 meet ഇതിന് 1 join 3 1. So this is equal to 1. LHS equal to RHS, you will get the answer. Therefore we can say the distributive property is true for this case. So hence we can say that the given ordered triplet 1 2 3 we consider in the Hayes diagram of the lattice A, we say that the distributive lattice is true for this case.
lattice. Hope you could have understood this. Now another example. ഇപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കാം. അതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസിൻ്റെ ഈ ഹെയ്സ് ഡയഗ്രാമിൻ്റെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് നമ്മൾ വെരിഫൈ ചെയ്യണം. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്? നമുക്കറിയാം എ മീറ്റ് ബി ജോയിൻ സി ഈക്വൽ ടു എ മീറ്റ് ബി ജോയിൻ എ മീറ്റ് സി. ഇത് നമുക്ക് വെരിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൽ എച്ച് എസ് എടുക്കാം. എൽ എച്ച് എസ് എന്താണ്? അതായത് എ മീറ്റ് ബി ജോയിൻ സി എടുക്കാം. എ മീറ്റ് ബി ജോയിൻ സി ആകുമ്പോൾ ദ അപ്പർ ബൗണ്ട് ഓഫ് എ കൊമ ബി, വാട്ട് ഇസ് അപ്പർ ബൗണ്ട് ഓഫ് എ മീറ്റ് ബി ജോയിൻ സി, ദാറ്റ് മീൻസ് ബി ജോയിൻ സി ഫസ്റ്റ് നമുക്ക് എടുക്കാം. ബി ജോയിൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? B join C is LUB of B, C. B, Cയുടെ അപ്പർ ബൗണ്ട് ഏതാണ്? I. അതിലെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഏതാണ്? I. So therefore എൽ എച്ച് എസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ മീറ്റ് ബി ജോയിൻ സി ഈക്വൽ ടു എന്താണ്? ഐ. സോ എ മീറ്റ് ഐ എന്ന് പറയുമ്പോൾ ജി എൽ ബി ഓഫ് എ കൊമ ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എൽ ബി ഓഫ് എ കൊമ ഐ. ദാറ്റ് മീൻസ് ലോവർ ജി എൽ ബി ഓഫ് എ കൊമ ഐ. അപ്പോൾ ലോവർ ബൗണ്ട് ഓഫ് എ എന്താണ്? വാട്ട് ഇസ് ദ ലോവർ ബൗണ്ട് ഓഫ് എ ഹിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു എ and O. A and O. Now lower bound of I endana? Lower bound of I is I, A, B, C, O. Appo GLB of A comma I, GLB of A comma I is equal to A comma O commonly. Appo GLB of lower bound of A comma I is A comma O. Therefore GLB of A comma I is equal to A. The greatest lower bound of A comma O വരുന്നുണ്ട്. ഇതിൽ greatest ഏതാണ്? A. So therefore we are having LHS equal to A. Keep it as equation number 1. നമുക്കിപ്പോൾ RHS verify ചെയ്യാം. RHS equal to A meet B join A meet C. So that is equal to A meet B first endana? A meet B equal to GLB of A comma B. Lower bound of A comma B endana? It is O. Appo GLB of A comma B is O. Aduthathu A meet C, the next one, that is equal to GLB of A comma C. GLB of A comma C, that is equal to GLB of A comma C equal to, that is also equal to O. Therefore RHS is equal to O meet. ഇതിൻ്റെ ആൻസർ O, ഇതിൻ്റെ ആൻസർ O. അപ്പോൾ O join O, that is equal to O. അപ്പോൾ നമുക്ക് RHSൻ്റെ ആൻസർ ഇക്വേഷൻ നമ്പർ 2 ഇവിടെ കിട്ടി. See, equation number 1 and equation number 2, LHS is not equal to RHS. LHS is not equal to RHS. Therefore is it a distributive lattice? No, it is not a distributive lattice. That means we can say that the given lattice is a non-distributive lattice. It is a non-distributive lattice. So here ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്, ഇത് രണ്ടാമത്തെ എക്സാമ്പിൾ, ഇത് നോൺ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. Hope that it will be helpful for me to understand. Okay, thank you.